ഗൈസ്, അപ്പം നമുക്ക് SSLC സോഷ്യൽ സയൻസ് ആണ് ഇനി അടുത്ത വരുന്ന എക്സാം. എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ച് പനിയും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് സൗണ്ട് വ്യത്യാസമുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. സോഷ്യൽ സയൻസ് ആണ് ഇനി നമുക്ക് വരുന്നത്. 2-3 ദിവസം നമുക്ക് സമയമുണ്ട്. സോഷ്യൽ സയൻസ് അത്യാവശ്യം ജയിക്കാനും ജയിക്കാതിരിക്കാനും ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വേണേലും വരാം. അപ്പോൾ അത് ഒത്തിരി എഴുതാനുണ്ടല്ലോ. സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒത്തിരി എഴുതാനുണ്ട്. അപ്പോൾ ടൈമിംഗ് ഒരു വിഷയം വരുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ തറവായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്കത് എഴുതിയാൽ മതി, അല്ലാതെ ആലോചിച്ചിരിക്കേണ്ട ഒരു സമയം അതിന് ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓരോ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെനൈസൻസ്? റെനൈസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ഹ്യൂമാനിസം, അതുപോലെ ദ ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, അർബൻ ലൈഫിൻ്റെ ഗ്രോത്ത്, അതുപോലെ ഇൻഡിവിജ്വൽ ലിബർട്ടി, റാഷണലിസം, ദ പ്രോസസ് ഓഫ് ട്രേഡ്, ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെനൈസൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്? ഇറ്റാലിയൻ സിറ്റീസിൻ്റെ സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ്? ഇറ്റാലിയൻ സിറ്റീസ് വെർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. ഇറ്റാലിയൻ സിറ്റീസ് എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അവർ സ്വതന്ത്രരായിരുന്നു, അതുപോലെ നല്ല പണക്കാരായിരുന്നു. അതുപോലെ ദ ട്രേഡേഴ്സ് വെർ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ബാങ്കിങ്ങിനെയും ഇൻഷുറൻസിനെയും പറ്റിയൊക്കെ അവർ ബോധവാന്മാരായിരുന്നു. അതുപോലെ ബുക്ക് കീപ്പിംഗ് ടെക്നോളജി വാസ് യൂസ്ഡ്, അവിടെ ബുക്ക് കീപ്പിംഗ് ടെക്നോളജി യൂസ് ചെയ്തിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ദെയർ വെർ മെർച്ചൻസ് ഹു ബിക്കെയിം വെരി വെൽത്തി ത്രൂ ട്രേഡ്, അതുപോലെ വ്യാപാരത്തിൽ നിന്നും ഒത്തിരി മെർച്ചൻസ് അവർ ഒത്തിരി പൈസ ഉണ്ടാക്കി വ്യാപാരത്തിൽ നിന്നും. അതുപോലെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെനൈസൻസ് ആർട്ട്? റെനൈസൻസിലെ ആർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ലാൻഡ്സ്കേപ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ് അവർ ഉപയോഗിച്ചിരുന്നു കൂടുതലായിട്ട്. അതുപോലെ പോർട്രേറ്റുകളാണ് അവർ വരച്ചിരുന്നത്. അതുപോലെ റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അവർ അത് വരച്ചിരുന്നു. പിന്നെ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സയൻസ് ഡ്യൂറിങ് ദ റെനൈസൻസ് പീരീഡ്? സയൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു? ദ റെനൈസൻസ് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് അത് വളരാൻ സഹായിച്ചു റെനൈസൻസ്. അതുപോലെ കോപ്പർനിക്കസ് ചാലഞ്ച് ടോളമീസ് തിയറി ദാറ്റ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. കോപ്പർനിക്കസ് ആർഗ്യൂഡ് ദാറ്റ് ദ എർത്ത് വാസ് നോട്ട് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് ബട്ട് ദ സൺ. കോപ്പർനിക്കസ് എന്താണ് ആർഗ്യൂ ചെയ്തത്? ടോളമിയുടെ തിയറി കറക്റ്റ് അല്ല എന്നും നമ്മുടെ സണ്ണാണ്, എർത്ത് വാസ് നോട്ട് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, എർത്ത് അല്ല യൂണിവേഴ്സിൻ്റെ സെൻറ്റർ, പക്ഷെ സണ്ണാണെന്നാണ് കോപ്പർനിക്കസ് പറഞ്ഞത്. അതുപോലെ കെപ്ലർ ഫൗണ്ട് ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ്സ് വേരിഡ്. അതുപോലെ നമ്മുടെ പ്ലാനറ്റുകളുടെ ഒക്കെ, നമ്മളിപ്പം സാറ്റേൺ, യുറാനസ്, അതുപോലെ പ്ലാനറ്റുകളുടെ ഒക്കെ സ്പീഡ് വ്യത്യസ്തമായിരുന്നു, ഒരേ സ്പീഡല്ല എല്ലാത്തിനും എന്നവർ തെളിയിച്ചു. അതുപോലെ ഐസക് ന്യൂട്ടൺ ഡെവലപ്പ് ദ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ തിയറി ഐസക് ന്യൂട്ടൺ ഈ സമയത്താണ് കൊണ്ടുവന്നത്. അതുപോലെ ഗലീലിയോ ഡിസ്കവേർഡ് ദ ടെലിസ്കോപ്പ് ഗലീലിയോ ഡിസ്കവർ ചെയ്തതും ഈ സമയത്തായിരുന്നു. പിന്നെ ഡിസ്ക്രൈബ് ദ കൗണ്ടർ റിഫോർമേഷൻ ഓഫ് ദ കാത്തോലിക് ചർച്ച്. ദ കൗണ്ടർ റിഫോർമേഷൻ ഈസ് ദ എഫേർട്ട് ഓഫ് ദ കാത്തോലിക് ചർച്ച് ടു റിഫോം ഇറ്റ് സെൽഫ്. ഇതൊക്കെ 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ദ സെയിൽ ഓഫ് ദ ഇൻഡൾജ് വാസ് ബാൻഡ്. അതുപോലെ ദ കൗൺസിൽ ഓഫ് ട്രെൻറ്റ് ഇൻ ഇറ്റലി published a list of books that believers are not to read the in-text. അതുപോലെ ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ വാസ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സ്കോളാസ്റ്റിസം അതുപോലെ ഹ്യൂമാനിസം. സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫി ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ തിയോളജി, ഗിവിങ് എംഫസിസ് ടു ഡിവൈൻ ആൻഡ് ദ ആഫ്റ്റർ ലൈഫ്. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ പറ്റിയും അതുപോലെ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്തിരുന്നത്. ക്രിസ്ത്യൻ തിയോളജി ആയിരുന്നു. ഇറ്റ് എൻകറേജ് നോളജ് ആൻഡ് റീസെർച്ച്. അതുപോലെ ഹ്യൂമാനിസം നമ്മൾ നോക്കുമ്പോൾ ഹ്യൂമാനിസം വാസ് എ ഡിപ്പാർച്ചർ ഫ്രം ക്രിസ്ത്യൻ തിയോളജി, അതിൽ നിന്ന് ഒരു മാറ്റമായിരുന്നു. ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ യുണീക്നെസ്, ഇമോഷൻസ്, കേപ്പബിലിറ്റീസ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ച് ആയിരുന്നു. അതുപോലെ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു മാൻ ആൻഡ് ദിസ് വേൾഡ്ലി ലൈഫ്, നമ്മുടെ മനുഷ്യരെ പറ്റിയും അവരുടെ ലൈഫിനെ പറ്റിയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അനലൈസ് ദ സോഷ്യൽ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്.
നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റി 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ്. ഇതൊക്കെ 8 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജിയാണ്. ചർച്ച് വാസ് റിച്ച് ആൻഡ് പവർഫുൾ. റിച്ച് ആയിരുന്നു, അതുപോലെ പവർഫുൾ ആയിരുന്നു. ദ ചർച്ച് ഓൺഡ് വാസ്റ്റ് ലാൻഡ്. ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു അവർക്ക്. ദേ വെർ എക്സംപ്റ്റഡ് ഫ്രം ഓൾ കൈൻഡ് ഓഫ് ടാക്സ്. അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, അതിൽ നിന്ന് അവർ എക്സംപ്റ്റഡ് ആയിരുന്നു. അതുപോലെ തിത്തെ എന്ന് പറയുന്ന ടാക്സ് വെർ കളക്റ്റഡ് ഫ്രം കോമൺ പെസൻസ്. അവർ കളക്ട് ചെയ്തിരുന്നു തിത്തെ എന്ന് പറയുന്ന ടാക്സ്. അതുപോലെ സെക്കൻഡ് എസ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ നോബിലിറ്റിയാണ്. നോബിൾസ് ഹെൽഡ് ഹൈ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ആർമി. അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ നമ്മുടെ ഭരണത്തിലും അതുപോലെ നമ്മുടെ ആർമിയിലും നോബിൾസ് വളരെ വലിയ പൊസിഷൻ അവർ ലീഡ് ചെയ്തിരുന്നു. അതുപോലെ ദേ വെർ ലാൻഡ് ഓണേഴ്സ്. നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ ഉടമകളായിരുന്നു അവർ. ദ ലെഡ് എ ലക്ഷറിയസ് ലൈഫ് ആൻഡ് കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദ പീപ്പിൾ. അതുപോലെ അവർ ലക്ഷറി ആയിട്ടാണ് ജീവിച്ചത്, അവർ ടാക്സും കളക്ട് ചെയ്തിരുന്നു. അതുപോലെ അടുത്തത് നമ്മുടെ കോമൺ ആണ്, തേർഡ് എസ്റ്റേറ്റ്. ദ മിഡിൽ ക്ലാസ് കൺസിസ്റ്റഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ്. ഇറ്റ് ബിക്കെയിം നോൺ ആസ് കോമൺസ്. മിഡിൽ ക്ലാസ് ആൾക്കാരെയാണ്, വർക്കേഴ്സും ഫാമേഴ്സും അടങ്ങിയൊരു മിഡിൽ ക്ലാസ് ആൾക്കാരാണ് കോമൺസ്. ദ ലിവ്ഡ് ഇൻ പോവർട്ടി. അവർ ഭയങ്കര പരിതാപകരമായ അവസ്ഥയായിരുന്നു, ദാരിദ്ര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഓൾ ടാക്സസ് ഹാഡ് ടു ബി പെയ്ഡ്. അവർ ഈ 2 എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരും ചോദിക്കുന്ന എല്ലാ ടാക്സും ഇവർ പേ ചെയ്യേണ്ട ഒരു ഗതികേടിലായിരുന്നു. ലോവർ സോഷ്യൽ സ്റ്റാറ്റസ്. അവർക്ക് ഒട്ടും സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതിരുന്ന ഒരു എസ്റ്റേറ്റ് ആണ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡെസ്പോട്ടിക് റൂൾ ഓഫ് ദ ബർബൺ കിങ്സിൻ്റെ ഭരണം. അതുപോലെ സോഷ്യോ എക്കണോമിക് ഇൻഇക്വാലിറ്റി. സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും അവർ ഭയങ്കരമായിട്ടുള്ള അസമത്വങ്ങൾ നേരിട്ടു, അതാണ് പറയുന്നത്. ദ ലക്ഷറീസ് ആൻഡ് എക്സ്ട്രാവഗന്റ് ലൈഫ് ഓഫ് കിങ്സ്. അതുപോലെ ഭയങ്കര ലക്ഷറി ആയിട്ട് ആഡംബരമായിട്ടാണ് നമ്മുടെ രാജാക്കന്മാരൊക്കെ ആ രാജ്യം ഭരിച്ചത്, അവർ ലീവ് ചെയ്തത്. അതുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്. അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്. കുറേ ആൾക്കാരുടെ ചിന്തകൾ വന്നപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെയാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്, ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമല്ലോ. അങ്ങനെയാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്. എക്കണോമിക് ക്രൈസിസും ഉണ്ടായി. പിന്നെ അടുത്ത നമ്മൾ നോക്കുമ്പോൾ റിസൾട്ട് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്യൂഡലിസം കൊളാപ്സ് ആയി, ഓൾഡ് റൂൾസ് അതിൽ മാറ്റം ഉണ്ടായി. അതുപോലെ ദ കോൺസെപ്റ്റ് ഓഫ് മോഡേൺ നാഷണലിസം ഉണ്ടായി. അതുപോലെ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ് ഉണ്ടായി. ദ കോൺസെപ്റ്റ് ഓഫ് നേഷൻ കെയിം ഇൻ ടു ഫുൾ സെൻസ്. അതുപോലെ വാട്ട് ആർ ദ റിഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ത്രൂ ലെജിസ്ലേഷൻ നമ്മൾ നോക്കുമ്പോൾ അബോളിഷൻ ഓഫ് സ്ലേവറി. അതുപോലെ ദ ലോർഡ്സ് സ്പെഷ്യൽ പവേഴ്സ് വെർ ടേക്കൺ എവേ. അതെടുത്ത് കളഞ്ഞു. അബോളിഷ് ദ ടാക്സ് ദ പീപ്പിൾ ഹാഡ് ടു പേ ടു ദ കത്തോലിക് ചർച്ച്. കത്തോലിക് ചർച്ചിന് നമ്മുടെ സാധാരണക്കാർ കൊടുക്കേണ്ട ടാക്സ് അവർ നിർത്തലാക്കി. അതുപോലെ ക്യാൻസലേഷൻ ഓഫ് അഡീഷണൽ ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കണമായിരുന്നു, അത് വേണ്ട എന്ന് വെച്ചു. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ വാട്ട് ആർ ദ തിങ്കേഴ്സ് ഹു ഇൻഫ്ലുവൻസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. വോൾട്ടയർ ഉണ്ട്, റൂസോ, മൊണ്ടസ്ക്യൂ, ജോൺ ലോക്ക്, ടർഗറ്റ്, നെക്കർ. നിങ്ങൾ ഈ 4 പേരെയും, ജോൺ ലോക്ക് വരെയെങ്കിലും എന്തായാലും നന്നായിട്ട് പഠിക്കുക. വോൾട്ടയറിനെ പറ്റി പറയുമ്പോൾ ഫിലോസഫറാണ്, ഹിസ്റ്റോറിയനാണ്, സറ്റാരിസ്റ്റ് ആണ്, ലവർ ഓഫ് ഹ്യൂമാനിറ്റി ആണ്. റൂസോയെ പറ്റി പറയുമ്പോൾ റൂസോ വാസ് എ ഫിലോസഫർ ആൻഡ് എ പൊളിറ്റിക്കൽ തിയറിസ്റ്റ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൻസ്. നല്ല നിയമങ്ങൾ നല്ല പൗരന്മാരെ സൃഷ്ടിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. അതുപോലെ മൊണ്ടസ്ക്യൂ പറഞ്ഞത് ക്രിട്ടിസൈസ് ദ എവിൽസ് ഓഫ് ദ ചർച്ച് ആൻഡ് tyranny ഓഫ് ദ സ്റ്റേറ്റ്. ഹി അഡ്വക്കേറ്റഡ് ലിമിറ്റഡ് മൊണാർക്കി. വാട്ട് വർ ദ റിഫോംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ നെപ്പോളിയൻ ഇൻ ഫ്രാൻസ്. ലീഗൽ റിഫോംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീഗൽ കോഡ് ആൻഡ് ദ അബോളിഷൻ ഓഫ് ഫ്യൂഡൽ ലോസ് ഇല്ലാതാക്കി. അതുപോലെ പുതിയ ലീഗൽ കോഡുകൾ നിലവിൽ വരുത്തി. അതുപോലെ കോൺകോർഡാറ്റിൽ നോക്കുമ്പോൾ ചർച്ച് ഈസ് ഗ്യാരണ്ടീഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് ദ ഫ്രീഡം ഓഫ് അതർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സബ്ജക്റ്റ് ടു ഓർഗനൈസേഷൻസ് സബ്ജക്റ്റ് ടു എഗ്രിമെൻറ്റ് വിത്ത് ദ പോപ്പ്. എഡ്യൂക്കേഷൻ റിഫോംസ് നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ മെയ്ഡ് യൂണിവേഴ്സൽ. അതുപോലെ ഗവൺമെൻറ് സ്കൂൾസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ നെയിം ലിസി. ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, LYCEE. ആ സ്പെല്ലിങ് നോക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്, എ നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എക്കണോമിക് റിഫോംസ് നമ്മൾ നോക്കുമ്പോൾ ദ ബാങ്ക് ഓഫ് ഫ്രാൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദ യൂണിഫൈഡ് കറൻസി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ്. മിലിറ്ററി റിഫോംസ് നോക്കുമ്പോഴോ ദ ആർമി വാസ് റിഫോം ടു ഹാവ് സെവറൽ ബറ്റാലിയൻസ്.
What were the main decisions of the Vienna Congress? വിയന്ന കോൺഗ്രസ്സിൽ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? The restoration of the monarchy before the French Revolution in the countries of Europe. The Bourbon monarchy is restored in France. അതുപോലെ accept Britain's naval supremacy and Russia's dominance in Europe, Eastern Europe. Accept Austria's supremacy in Central Europe. എന്താണ് കോമൺ സെൻസ് നോളജിലെ ലിമിറ്റേഷൻസ്? ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, പ്രൊവൈഡ്സ് ഓൺലി പാർഷ്യൽ നോളജ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്സ്, നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓർ സ്റ്റഡീസ്. ഇത്രയൊക്കെയാണ് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ പ്രോബ്ലം ഇൻ ഇൻഡിവിജ്വൽസ്? ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ജോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ് ഉണ്ടായിരുന്നു. What are the characteristics of the sociological imagination? Broader the individual perspective, deep understanding of social issues, enables self-reflection. സ്വയം പ്രതിഫലനം ഉണ്ടാവുന്നു. അതുപോലെ എംപത്തി ആൻഡ് ടോളറൻസ് ഉണ്ടാവുന്നു. എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്. കോൺസിക്വൻസസ് ഓഫ് കൊളോണിയലിസം നമ്മൾ നോക്കുമ്പോൾ ദ വെൽത്ത് ഓഫ് ദ കോളനീസ് ഫ്ലോഡ് ഇൻ ടു യൂറോപ്യൻ കൺട്രീസ്. സ്ലേവറി ആൻഡ് ദ സ്ലേവ് ട്രേഡ് ബിഗെയിൻ. ഇൻഡിജീനിയസ് പീപ്പിൾ ലോസ് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ പവർ. അവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പവർ ഇല്ലാതായി. അതുപോലെ ക്രിസ്ത്യാനിറ്റി വാസ് സ്പ്രെഡ് ഇൻ ദ കോളനി. കോളനികളിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡായി. അതുപോലെ ഇൻഡിജീനിയസ് കൾച്ചേഴ്സ് ഇൻ ദ കോളനീസ് ഫേസ്ഡ് കൊളാപ്സ്. ഡിസ്ക്രൈബ് ദ കോസസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ആദ്യത്തെ ലോകമഹായുദ്ധത്തിൻ്റെ കാരണം എന്തൊക്കെയാണ്? ഇമ്പീരിയലിസ്റ്റ് റൈവറി ഉണ്ടായിരുന്നു, എക്സ്ട്രീം നാഷണലിസം ഉണ്ടായിരുന്നു, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്, ദ സഡൻ കോസ്, ദ മർഡർ ഓഫ് ദ ഓസ്ട്രിയൻ പ്രിൻസ്. ഇത്രയും കാരണം ഉണ്ടായിരുന്നു. മിലിറ്ററി അലയൻസ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ട്രിപ്പിൾ അലയൻസ്, ഇറ്റലി, ജർമ്മനി ആൻഡ് ഓസ്ട്രിയ ആൻഡ് ഹംഗറി. ട്രിപ്പിൾ എൻറ്റിറ്റി എന്തൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, റഷ്യ ആൻഡ് ഫ്രാൻസ്. അതുപോലെ റിസൾട്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ എന്താണ്? മില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ് ദെയർ ലൈഫ്. ഒത്തിരി സോൾജേഴ്സും സിവിലിയൻസും ഇല്ലാതായി. അതുപോലെ ഫോർമേഷൻ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ് രൂപപ്പെട്ടു. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് കൊളാപ്സ് ആയി. അതുപോലെ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഫോർ യൂറോപ്യൻ ഹെജിമണി അവസാനിച്ചു. ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യൻ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഫ്രീഡം മൂവ്മെൻറ്റ്സ് സ്ട്രെങ്തൻ ആയി. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ടോട്ടലറിസം? റിജക്ഷൻ ഓഫ് ഡെമോക്രസി, അതുപോലെ ഓപ്പോസിഷൻ ടു സോഷ്യലിസം, ഡെമോക്രസിയാണ്. ഓപ്പോസിഷൻ ടു സോഷ്യലിസം, സപ്പോർട്ടിംഗ് ഡിക്റ്റേറ്റർഷിപ്പ്, extreme nationalism, elimination of political opponents, glorification of war and violence. Describe the causes of Second World War. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വെർസൈൽസ് ട്രീറ്റി ഉണ്ട്, വെർസൈൽസ് ഉടമ്പടി ഉണ്ട്, ദ ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ട്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് ഉണ്ട്, പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഡിസ്ക്രൈബ് ദ റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ചോദിക്കുകയാണെങ്കിൽ മില്യൺസ് ലോസ് ദെയർ. അത് രണ്ടിലും സെയിം ആണ്. ഫെമൈൻ ആൻഡ് എപ്പിഡമിക്സ് ഉണ്ടായി. യൂറോപ്യൻ എക്കണോമി കൊളാപ്സ്. ദ യുണൈറ്റഡ് നേഷൻസ് വാസ് ഫോംഡ്. യുണൈറ്റഡ് നേഷൻസ് നിലവിൽ വന്നു. കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം ഫേസ്ഡ് സെറ്റ് ബാക്സ്. അപ്പോൾ നമ്മൾ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് അധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും.